ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി അങ്ങോട്ട് തണുപ്പ് സമയമാണ്, മഴക്കാലമാണ്. മിക്കവാറും എല്ലാവർക്കും ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും, പ്രത്യേകിച്ച് ഇപ്പോൾ ചൈൽഡൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ് ഉപ്പൂറ്റി വേദന. അപ്പോൾ അത് മാറുവാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ടിപ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് മരുന്നോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, അതൊക്കെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി പല മരുന്നുകളും കഴിക്കാറുണ്ട്, ചിലപ്പോൾ മാറാറുമുണ്ട്. പക്ഷേ ഒരു പരിധി വരെ മാറാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു ടിപ്സിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, 100% റിസൾട്ട് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കാഞ്ഞിരത്തിൻ്റെ ഇലയാണ് കേട്ടോ. കാഞ്ഞിരത്തിൻ്റെ ഇല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വളരെയധികം, ഇത് വിഷമുഷ്ടി, കാഞ്ഞിരത്തിന് ആയുർവേദത്തിലെ വിഷമുഷ്ടി എന്നും അറിയപ്പെടാറുണ്ട്. ഇതിൻ്റെ തൊലി, വേര്, ഇല, അങ്ങനെയെല്ലാം തടിയൊക്കെ നമ്മൾ പല രീതിയിലും ഉപയോഗിക്കാറുണ്ട്. കാഞ്ഞിരത്തിൻ്റെ തടി കട്ടിലൊക്കെ പണിതിട്ട് എല്ലാവരും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നടുവേദനയ്ക്കൊക്കെ ഏറ്റവും നല്ലതാണ്. അതുപോലെ കാഞ്ഞിരത്തിൻ്റെ തൊലി, ഇലയൊക്കെ തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ കുളിക്കാറുണ്ട്. മുറിവിനും ദേഹവേദനയ്ക്കുമൊക്കെ അങ്ങനെ പല രീതിയിലും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ കായൊക്കെ ഉപയോഗിക്കാറുണ്ട്. അമിതമായിട്ട് ഉപയോഗിച്ചാൽ ഇതൊരു വിഷം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അമിതമായിട്ട് ഇതിൻ്റെ കായൊന്നും ഉപയോഗിക്കാറില്ല, അതിനൊക്കെ നമ്മൾ വൈദ്യസഹായം തേടേണ്ടി വരും. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, ഇത് ഇലയാണ്. അപ്പോൾ ഇല വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ടിപ്സ് ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ എത്ര നല്ല ഉപ്പൂറ്റിവേദന, നിലത്തുറപ്പിക്കാൻ പറ്റാത്ത മുട്ടുവേദന നമുക്ക് ഒരു 3 ദിവസം കൊണ്ട് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട്, 100% റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ ഈ കാഞ്ഞിരത്തിൻ്റെ പിന്നെ തോലായിക്കോട്ടെ, ഇല ആയിക്കോട്ടെ, എല്ലാം നമുക്ക് അത് വെച്ചിരുന്ന് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ഒരു ചിരട്ടയാണ്. ഒരു 2 ചിരട്ട ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ സിമെൻറ്റ് തറയിൽ വേണം, ടൈലുള്ള തറയിൽ ചെയ്യാൻ പറ്റില്ല, അറിയാമല്ലോ, ടൈല് പൊട്ടിപ്പോവും. നമ്മൾ സിമെൻറ്റ് തറയിൽ ഇതുപോലെ 2 ചിരട്ട എടുത്തിട്ട് അവിടെ കത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണയൊന്നും യൂസ് ചെയ്യേണ്ട, അതൊരു സ്മെല്ലാണ്. നമ്മൾ പേപ്പർ വെച്ചിട്ട് കത്തിച്ച് നല്ലതുപോലെ ആ തറ ചൂടാകുന്നിടം വരെ അവിടെ തന്നെ ഇട്ടിരിക്കുക. അതിന് ശേഷം നമുക്ക് ആ തറ ക്ലീൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഇതേ ഒരു കുഞ്ഞ് ബൗളിൽ ഉപ്പാണ്. ഇത് ഇത്തിരി കൂടിപ്പോട്ടെ, തട്ടിയിട്ടപ്പോൾ ഇത്തിരി തോനെ വീണോ, ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പകുതിയോളം മതിയായിരുന്നു. അപ്പം ഞാനെടുത്ത്, നമുക്ക് സാരമില്ല, ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. അപ്പോൾ അതിൻ്റെ കാഞ്ഞിരത്തിൻ്റെ ഇലയാണിത്. ഇത് നമ്മൾ കാണുമ്പോൾ വയനയിലയുടെയൊക്കെ ഒരു ഷേപ്പാണ്, പക്ഷേ ഇതിൻ്റെ അടുത്ത് വരുമ്പോഴേ നമുക്കറിയാം ഭയങ്കര കയ്പ്പ് നമുക്ക് വായിൽ അനുഭവപ്പെടും. അല്ലെങ്കിൽ ഒരു നുള്ളെടുത്ത് നമുക്ക് വായിലൊന്ന് ഇട്ട് നോക്കാൻ തന്നെ മനസ്സിലാവും. അപ്പോൾ അതേ ചിരട്ടയൊക്കെ നല്ലതുപോലെ കത്തി നല്ല റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റത്തേക്ക് നമുക്ക് ആ തറയിൽ തന്നെ ഇട്ടേക്കാം. എന്നിട്ട് നമുക്കൊരു പഴയ ബ്രഷ് ഉപയോഗിച്ചിട്ട്, ബ്രഷോ ചൂലോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കതങ്ങ് തൂത്തുമാറ്റി കൊടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടാണ്, 100%. എത്ര ഹോസ്പിറ്റലിൽ പോയിട്ടോ അല്ലെങ്കിൽ എണ്ണയൊക്കെ ഉപയോഗിച്ചിട്ടും മാറാത്ത ഈ ഒരു ഉപ്പൂറ്റി വേദന ഇതുകൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. 100% റിസൾട്ടാണ്. കണ്ടില്ലേ, ഞാൻ ആ ചൂടായ ഭാഗത്തേക്ക് നമുക്ക് ആ ഉപ്പ് തട്ടിയിട്ട് കൊടുക്കാം. അപ്പോൾ അത്ര ചൂട് നമുക്ക് തട്ടാൻ പറ്റിയ ചൂടനുസരിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാലിൽ ശരിക്കും ചൂടടിക്കും. അപ്പോൾ അത്രയും ചൂട് കൊള്ളാൻ പറ്റാത്തൊരു നല്ലതുപോലെ ഉപ്പിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഒരു 3-4 ഇല അങ്ങോട്ട് നിരത്തി കൊടുക്കുക. എന്നിട്ട് കാല് പ്രസ് ചെയ്ത് അതിലേക്ക് ഉപ്പൂറ്റി അങ്ങോട്ട് വെച്ചിട്ട് നല്ലതുപോലെ അമർത്തി കൊടുത്ത് ഒന്ന് തിരുമ്മി കൊടുത്ത് ഒരു 10-20 മിനിറ്റ് അങ്ങനെ ചെയ്യുക. ഉറപ്പായിട്ടൊരു 3 ദിവസം ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ മറ്റുള്ള കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും ഒക്കെ. അപ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രോബ്ലമാണിത്. കണ്ടില്ല, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്കിതിന് മാറ്റമുണ്ടാകും.